ഹലോ കൂട്ടുകാരെ, നമ്മളെ ഈസ്റ്റ് വാഴയിൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. ഞാൻ ഇന്നുള്ളത് നമ്മൾ ലൈവൊക്കെ ചെയ്യുന്ന തൊട്ടടുത്തുള്ള പാർക്കിൽ തന്നെയാണ്. ബീച്ചിനോട് അടുത്തുള്ള ഒരു പാർക്കാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന പാർക്കാണ്. വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല. അടുത്തുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ബംഗാളി ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഈ ചെടി നനക്കലും ഇങ്ങനെ ആയിട്ടുള്ള എല്ലാ പരിപാടിയായിട്ട് ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഇനി അയാൾ പോയി കഴിഞ്ഞാൽ വേറൊരാൾ വരും ഇവിടെ. ഇതൊക്കെ വർക്ക് നടന്നു കൊടുക്കുന്ന ബിൽഡിങ്ങാണ്. അതൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഒക്കെ ജോലിക്കാരുണ്ട്. ഇയാൾ എന്നും വരും. ഒരു സായിപ്പാണ്. എന്നും വരും രാവിലെ ഈ 2 ഡോഗ്സിനെ ആയിട്ട്. കുറേ ഇവിടെ എല്ലാം കൊണ്ടുപോയി നടത്തിച്ച് ഇവിടെ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഞാൻ അയാളോട് അനുവാദം ചോദിച്ചപ്പോൾ വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ വീഡിയോ എടുത്തോളൂ എന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ ഇങ്ങോട്ട് വെളിച്ചമായിട്ട് വരുന്നേ ഉള്ളൂ. പക്ഷേ ക്ലിയറായിട്ട് കിട്ടുന്നില്ല. പിന്നെ കിട്ടുന്ന രൂപത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. പാർക്ക് പറഞ്ഞാൽ ഇത് 4.5 കിലോമീറ്റർ സ്ഥലമുണ്ട്. ഇതിങ്ങനെ ഈ കാണുന്നത് നേരെ ഓപ്പോസിറ്റ് കാണുന്നതൊക്കെ ഇതിൽപ്പെട്ട സ്ഥലങ്ങൾ തന്നെയാണ്. ഇപ്പോൾ അങ്ങോട്ട് പോകുന്നു. ഇനിയിപ്പോൾ ബീച്ച് റോഡാണ്. വണ്ടി ഇങ്ങനെ പോകുന്നത് കാണാം. അതൊക്കെ ബീച്ചാണ്. അങ്ങോട്ട് കടലാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു 500 മീറ്റർ അപ്പുറത്ത് റോഡ് പോകുന്നുണ്ട്. ഇതിൻ്റെ ഈ പാർക്കിൻ്റെ 2 സൈഡ് റോഡാണ്. റോഡിൻ്റെ സെൻട്രലാണ് ഇങ്ങനെ ഈ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ട്. ഇതിൽ ഒരുപാട് പാർക്കിങ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പനകളൊക്കെ വെച്ചൊക്കെ പച്ച പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇതൊരു പുതിയ ഏരിയയാണ്. മൊത്തം ബിൽഡിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ രാവിലെ എന്നും ഉണ്ടാവും. രാവിലെ ഈ 2 ഡോഗ്സിനെ ആയിട്ട് നല്ല രസമാണ്. ആരെങ്കിലും അയാളോട് സംസാരിക്കാൻ ചെന്നാൽ അവരെടുത്ത് വന്ന് മണത്ത് ഇങ്ങനെ നിൽക്കും. കടിക്കുക അങ്ങനെ ഉപദ്രവമൊന്നുമില്ല. പിന്നെ 2 അയാളെ കയ്യിൽ ബെൽറ്റ് ഉണ്ട്. അതും പിടിച്ചിട്ട് അയാളിങ്ങനെ നടക്കും. ഒരാൾ വന്നിട്ടുണ്ട്. അവിടെ കുറേ അപ്പുറത്ത് വണ്ടി നിർത്തിയിട്ട് വന്നതാണ്. ഇതിന് ഈ ഡോഗ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താണ് അന്വേഷിക്കുന്നതെന്ന് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാ വീടുകളിലും ഉണ്ട് ഇങ്ങനെ. നമ്മളെ നാട്ടിലെ പോലെ പുറത്ത് കൂടുണ്ടാക്കിയിട്ടൊന്നുമല്ല. ഇവിടെ വീട്ടിൻ്റെ അകത്ത് തന്നെയാണ് എല്ലാവരും ഇതിനെ വളർത്തുന്നത്. രാവിലെ നടത്തിക്കാൻ വേണ്ടി കൊണ്ടുവരും. വേറെയുണ്ട് ഇതുപോലത്തെ ടീംസ്. ഇത് ലേശം ഒരു കാണാനൊക്കെ ഒരു ഭംഗിയുള്ള ഒരു വലുപ്പമുള്ളൊരു ഐറ്റംസാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.